പൊട്ടിച്ചാ ഉണ്ടല്ലോ എന്റെ മോനെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വ്ളോഗിന്റെ തുടർച്ചയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ എടുത്ത വ്ളോഗിന്റെ ഔട്ട്രോ എന്നാണ് ഞാൻ ഈ ഒരു ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ഷോർട്സിന്റെ കോസ്റ്റ്യൂമിലാണ് ഈ ഒരു ഇൻട്രോ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ നോർമൽ കരിക്കാണ്. പക്ഷേ ഓക്കെ, ഇത് കണ്ടോ, ഇതിന്റെ പകുതി മാത്രം വലിച്ചുരിഞ്ഞെടുത്ത് കഴിച്ചിരിക്കുന്നു. കുരങ്ങനാണ് ഗൈസ്. 5 മിനിറ്റ് മുന്നേ കുരങ്ങ വന്നായിരുന്നു. കരിക്കടത്തിട്ട് ഈ കരിക്കില് ഈ സൈഡ് മാത്രം വലിച്ചുരിഞ്ഞിട്ട് വെള്ളം കുടിച്ച് അതിന്റെ അകത്ത് കരിക്കുണ്ടെന്നാണ് തേങ്ങ റെഡിയാക്കി ഇട്ടിട്ട് പോയി. ഗൈസ്, അതിനൊന്നും ഫുഡ് ഇല്ലാത്തതുകൊണ്ടാണ് അത് നാട്ടിലിറങ്ങി വന്നിട്ട് ഇതേപോലെ ഉള്ള സംഭവങ്ങൾ കാണിക്കണം. അപ്പം അതിനുമൊക്കെ ഫുഡുകളും കാര്യങ്ങളും എല്ലാം വേണം. ആക്ച്വലി അതിനൊന്നും ഫുഡില്ല. ഇവിടെ തിരുച്ചിട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കുരങ്ങന്മാർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കുരങ്ങന്മാരാണ്. അപ്പോൾ അത് വന്നിട്ട് ഇവിടെ ഉള്ള തെങ്ങിലും മരത്തിലും കയറി ഉള്ള കരിക്ക് സംഭവങ്ങളും ബാക്കി ചക്ക മാങ്ങ എല്ലാ സംഭവം എടുത്ത് കൊണ്ടുപോകും. ഈ സാധനങ്ങൾ നമ്മൾ നട്ട് വളർത്തിയിരിക്കുന്ന ഒരു സംഭവത്തിനുള്ള ഒരു പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ കുരങ്ങന്മാർ വരുന്നത് അതിനുള്ള ഫുഡും. അപ്പോൾ ഇത് രണ്ടിനും ഈക്വലായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞത് രണ്ട് സൈഡിൽ എങ്കിലും മാത്രം ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു പരിഹാരം ആവത്തുള്ളൂ. ഇപ്പോൾ ടൈം ഏകദേശം 1:31 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് കണ്ടില്ലേ. അപ്പോൾ ഫുഡ് കഴിക്കാം ഗൈസ്. ഇന്നെന്താണ് സ്പെഷ്യൽ? നെല്ലിക്ക അച്ചാറ്, അവിയല്, പൊരിച്ച മീന്, പിന്നെ സലാഡും. പൊളിക്കാം ഗൈസ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് അവിയൽ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊരിച്ച മീനെടുത്ത് ഇതിലോട്ട് ഒരു ഭംഗിക്ക് വെച്ചിട്ട് കുറച്ച് നെല്ലിക്ക അച്ചാറ് കഴിക്കാം. സലാഡിൽ നിന്ന് സവാള, വെള്ളരിക്ക, ക്യാരറ്റ്, ഒരു മുളക്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരുമിച്ച് കഴിച്ചു നോക്കാം. വേറെ ലെവൽ ടേസ്റ്റ്. വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. അപ്പൊ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിട്ട് വരാം ഗായ്സ്. ഇപ്പോൾ എക്സാക്ട് ടൈം 5:40 അപ്പോൾ ഇന്നത്തെ ഡേയിലെ വെള്ളം കുടിച്ചതെന്ന് പറഞ്ഞാൽ 2 ലിറ്റർ പകുതി. 2 ലിറ്റർ 1 ലിറ്റർ പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ ബാക്കി വെള്ളം നമുക്ക് കുടിക്കാൻ കിടക്കുകയാണ്. 2 ലിറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത 1 ലിറ്റർ കൂടെ എടുത്തിട്ട് നമുക്ക് ഈവനിങ് ഒരു 9 മണിക്കകത്ത് കുടിച്ച് തീർക്കണം കംപ്ലീറ്റ്. 3 ലിറ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. പോസിബിൾ പോസിബിൾ പോസിബിൾ. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം പറ്റും. പഠിച്ചു കഴിഞ്ഞാടാ പ്രത്യേക ഒരു ക്യാരക്ടറായി അവൻ ക്യാമറ ഉണ്ടപ്പോ. അല്ലേടാ, നിനക്ക് മറ്റേ പോപ്പർ വേണ്ടേ? ഇന്നത്തെ ഷോർട്സ് ഒരു പേപ്പറിന്റെ പോപ്പറായിരുന്നു. അപ്പോഴ് ഒരു ന്യൂ മെത്തേഡിലാണ് ഞാൻ അത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഒരുത്താൻ കുറേ നേരം കൊണ്ട് എൻ്റെ പുറകെ ഇങ്ങനെ ചോദിച്ച് നടക്കണം. നമുക്ക് അതൊന്നും ഉണ്ടാക്കി അവന് കൊടുക്കാം. ഇത് നോർമൽ പേപ്പർ. ഇതാ ഇങ്ങനെ മടക്കണം, ഒറ്റ മടക്ക്. ഇതിന് സൗണ്ട് കൂടുതലാണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കണം, 2 മടക്ക്. ഭാർഗവി, എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കണം. ഇപ്പൊ 3 മടക്ക്. ഓക്കെ, ഇനി ഇത് ഊതിയിട്ട് പൊട്ടിച്ചാ ഉണ്ടല്ലോ എന്റെ മോനെ. ഇട്ടില്ല സൗണ്ടാണ് ഗൈസ്. ആവിയിൽ ട്രൈ ചെയ്യണം. അയ്യേ പൊട്ടിയില്ലടേ. അയ്യേ അയ്യേ അയ്യേ. ഭയങ്കര ഹൈലി സൗണ്ട് അല്ലേ ഇരുന്ന? അയ്യോ, നോർമൽ പേപ്പർ പോപ്പറിനെക്കാട്ടി വലിയ സൗണ്ട് ആണ്. അയ്യേ, അതിന് സൗണ്ട് ഇല്ലടാ. നിനക്ക് പൊട്ടിക്ക് അറിഞ്ഞൂടത്, അതാണ് പ്രശ്നം. അപ്പൊ പിന്നെ 10 മണിയായിട്ട് പോയാൽ മതി. സൗണ്ട് കുറവ് ഗൈസ്. അടുത്ത ട്രൈ. അയ്യേ ചീറ്റി. ആ ചമ്മിയ മുഖം നോക്കട്ടെ. ഇവിടെ ഇങ്ങോട്ട് നോക്കടാ. ചമ്മിയ മുഖം. കയ്യേറ് വയറ്റിടിച്ച്. അയ്യോ, പൊട്ടിയറ. ഓ അയ്യേ, ഇതൊന്നും അല്ല സൗണ്ട്. ഞാൻ ഇത്രയും സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് 3 ഐറ്റംസ് ഉണ്ടാക്കി. അയ്യോ, അതെടുത്തില്ല. ഇവിടെ ഒരു ബുക്ക് ഇരുന്ന, ഈ ബുക്കിലെ പേപ്പർ അത്ര ഇന്ന് തീർക്കും മിക്കാറും. കീറി ബുക്ക് 192 പേജുള്ള ബുക്കായിരുന്നു. ഇപ്പൊ 60 പേപ്പർ പോലും ഇല്ലെന്ന് തോന്നുന്നു. എത്ര പേപ്പർ ഉണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് വലിച്ചു കീറി എടുക്കുക. ഗായ്സ്, അപ്പൊ തോറ്റു മടങ്ങി ആദ്യത പോവുകയാണ്. തിരികെ ഞാൻ വരും. ഭാർഗവി പോലും മൈൻഡ് ചെയ്തില്ല ചെറുക്കനേന്ന്. ആക്ടിങ് സിംഗം. ഇനി ചിരിയടാ ഗൈസ്. അപ്പോൾ അതായിരുന്നു ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. വേറെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഞാൻ ഷൂട്ടിങ് എൻഡ് ചെയ്യാന്ന് വെച്ചാൽ. വേറെ വലിയ ഓവർ കണ്ടന്റ് വേറെ സംഭവങ്ങളൊന്നും വന്നില്ല. സോ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം അല്ലേ ഗൈസ്? അപ്പോൾ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഫോർ ദ ബെസ്റ്റ്. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. Thanks for trying me. Now it's finally time to see how this rivalry becomes a dynasty.